ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉപ്പിനെ പറ്റിയുള്ളതാണ്. നമ്മുടെ അടുക്കളയെ സംബന്ധിക്കുന്ന ഒരു കാര്യം കൂടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉപ്പിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുക്കളയിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇതിലൂടെ പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ചുണ്ടല്ലോ അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരുപാട് പരിഹാരങ്ങൾ കിട്ടും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനിടുന്ന ഇങ്ങനത്തെ വീഡിയോസ് മാത്രമല്ല എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കല്ലുപ്പിനെ കുറിച്ചുള്ളതാണ്. കല്ലുപ്പ് നമ്മൾ അടുക്കളയിൽ എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ സാധാരണ എല്ലാവരും അടുക്കളയിലാണ് കല്ലുപ്പ് വെക്കുന്നത്. ഞാനും അടുക്കളയിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് ചില സൈഡിലോട്ട് ഒതുക്കി മാറ്റിയൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ അടുപ്പ് ആയിട്ട് മാത്രമായിട്ടുള്ള വീടാണെങ്കിൽ ഗ്യാസും ഒറ്റ അടുക്കള കാണും ചിലർക്ക്. അടുപ്പ് ഒരിടത്ത് ഗ്യാസും അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളപ്പം ഈ തീ കത്തിക്കുന്ന അടുപ്പിൻ്റെ അവിടോട്ടാണ് നമ്മൾ ഈ കല്ലുപ്പ് വെക്കേണ്ടത്. ഇപ്പോൾ കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് പൂർണ്ണമായിട്ടും എടുത്ത് കളയാനായിട്ട് ഒരു ശക്തിയുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എങ്ങനെയൊക്കെ കാണിച്ചു വെച്ചാൽ നമുക്ക് ഒരു ഗുണങ്ങളും കിട്ടത്തില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതിന് ഓരോരോ രീതികളുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ കല്ലുപ്പ് വെക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഗുണങ്ങൾ എല്ലാം നമുക്കറിയാം. നമ്മുടെ കടങ്ങളില്ലാത്തവരാരുമില്ല, എല്ലാ മനുഷ്യർക്കും കടങ്ങളുണ്ട്. പക്ഷെ നമുക്കത് വീട്ടാനുള്ളൊരു വഴിയും കൂടെ നമുക്ക് വേണം, ഇല്ലേ? നമ്മളൊരു ജോലി ചെയ്യാനുള്ളൊരു അതിനൊക്കെ ഉള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു കിട്ടണം. അല്ല ചുമ്മാ വീട്ടിൽ കടം വരുത്തി വെച്ച് വീട്ടിൽ ഇരുന്നാൽ ആരും കൊണ്ട് തരുമെന്നല്ല ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പോകുമ്പോൾ നമുക്കിപ്പം ഞാൻ ചെയ്തിട്ട് ഒരു കൂലിപ്പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും അവർക്ക് എല്ലാ ദിവസവും പണി ഉണ്ടെങ്കിലേ അവരുടെ പൈസ വന്ന് ചേരത്തുള്ളൂ. അവർ കൂലിപ്പണിക്ക് പോകാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് എല്ലാ ദിവസവും അവരുടെ പൈസ വന്ന് ചേർന്നാൽ മാത്രമേ അവർക്ക് പണി ഉണ്ടെങ്കിലേ അവർക്ക് സാമ്പത്തികം നിൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയത്തുള്ളൂ. പണിയില്ല, തടസ്സങ്ങൾ പണിക്ക് പോകുമ്പോൾ ആ പണി ഇല്ലാതെ വരിക, തിരിച്ചു വരിക, അങ്ങനെയൊക്കെ. അത് ചെറിയവരാണെങ്കിലും വലിയ ജോലിക്ക് പോകുന്നവരാണെങ്കിലും എന്നാലും ചിലർ ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടുന്നത് നമ്മൾ പറയുന്നത്. അല്ലാതെ ചുമ്മാ ഇരുന്നേച്ച് ഇത് പറയുമ്പം പറയും ഇന്നവർ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഇതുകൊണ്ടാണ്, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് വരുന്ന അവരുടെ വീട്ടിൽ അതുപോലെ നെഗറ്റീവ് എനർജി ഇല്ലായിരിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മളെ കാണിച്ചുകൊണ്ടാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്, അല്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ചെയ്യാൻ. നിങ്ങൾ ചെയ്തു നോക്കാം. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമ്മുടെ വീട്ടിലെ കല്ലുപ്പ് നമ്മൾ അടുക്കളയിൽ വെക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലത്ത് വശത്ത് വേണം നമ്മൾ കല്ലുപ്പ് വെക്കാനായിട്ട്. വലത്ത് വശത്ത് കല്ലുപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കുന്നതിനും ഓരോ രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പൊട്ടുന്ന പാത്രം സൈസിൽ ഗ്ലാസ് പോലത്തെ ഈ ഉപ്പിട്ട് വെക്കുന്നത് കാണരുതെന്നാണ് പറയുന്നത്. നമ്മൾ അടുക്കള ഉപ്പിട്ട് വെക്കുന്ന പാത്രത്തിൽ ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ആകുമ്പോൾ നമ്മളത് ഇട്ട് വെക്കുമ്പോൾ അതിനകത്ത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാം അതിനകത്ത് ഉപ്പിരിക്കുന്നതിൻ്റെ അളവ്. അങ്ങനെ കാണാൻ പാടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഭരണി പോലത്തെ പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ നമുക്ക് ഉപ്പിട്ടൊക്കെ. പണ്ടുള്ളവരൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഭരണിയിലൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കല്ലിൻ്റെ സൈസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളതിനകത്താണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭരണി നമുക്ക് മേടിക്കാൻ കിട്ടും. അത്രയും ഒരു ഭരണി വേണം നമ്മൾ ഉപ്പ് കല്ലിട്ട് വെക്കാനായിട്ട്. പിന്നെ അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രം എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. നമ്മുടെ ഉപ്പുപാത്രം, ചിലരുടെ ഉപ്പുപാത്രം കണ്ടാൽ അവിടുന്ന് വെള്ളം പോലും കുടിക്കാൻ നമുക്ക് തോന്നത്തില്ല. കാര്യം അത് കഴുകിയിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കും. ചിലർ ഉപ്പ് കലക്കിയൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഉപ്പ് തീരും, അതിനകത്തോട്ട് ഉപ്പ് കല്ലെടുത്തിടും, കലക്കി അങ്ങ് വെക്കും. ചിലപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചില ഉപ്പിനൊക്കെ ഇച്ചിരി അഴുക്കും ഒക്കെ കാണും. ആ അഴുക്ക് സഹിതം ആ മേളിൽ വെള്ളം ഇങ്ങനെ കിടന്നേച്ച് ഈ വെള്ളം ഇതിനകത്തുനിന്ന് എടുക്കുന്നതനുസരിച്ച് അത് ആ ഭരണിയിലെല്ലാം ചുറ്റിനും അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അത് അവിടെ ഇരിക്കും. വീണ്ടും അതിനകത്തോട്ട് ഉപ്പ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താണ്ടല്ലോ യാതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നടക്കുകയില്ല. നമ്മൾ ഈ ഭരണിയൊക്കെ കഴുകി ഉപ്പ് തീരാറാകുമ്പോഴേ ഉപ്പ് എന്ന് വെച്ചാൽ ഉപ്പ് മൊത്തവും ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ഒരു കൊച്ചു ഭരണിയുണ്ട്. അത് ഒരെണ്ണം ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ വെക്കുന്നത് ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഒരു ഭരണി വെക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇതിനകത്തൊരു ചെറിയ സ്പൂണും ഇട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇവിടെ ഡൈനിങ് ടേബിൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചോറിനകത്തൊക്കെ നമുക്ക് ഇച്ചിരി ഇടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ എൻ്റെ ഭരണിക്കകത്ത് ഉപ്പ് ഒരു ഇതാകുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഈ ഭരണിയിലോട്ട് ഞാൻ കുറേ അങ്ങ് മാറ്റി വെച്ച് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് അതിനകത്തോട്ട് ഉപ്പ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉപ്പ് മേടിക്കുന്നതിന് നമുക്ക് ദിവസങ്ങളുണ്ട്. ഉപ്പ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ദിവസം ഉപ്പ് മേടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം കടയിൽ നിന്ന് മേടിക്കുന്നത്, കടയിൽ നിന്ന് മേടിച്ച് നമ്മുടെ ഭരണി നിറയ്ക്കുന്നത് നല്ല ഐശ്വര്യമാണ് നമുക്ക്. അതുപോലെ ഭരണി കഴുകുന്നതിന് ദിവസങ്ങളുണ്ട്. ഉപ്പ് ഭരണി കഴുകേണ്ടത് ഒന്നെങ്കിൽ ബുധനാഴ്ച കഴുകുക, ഇല്ലെങ്കിൽ വ്യാഴാഴ്ച, ഇല്ലെങ്കിൽ ഞായറാഴ്ച. ഈ 3 ദിവസങ്ങളിൽ വേണം നിങ്ങൾ ഈ ഭരണി കഴുകാനായിട്ട്. അപ്പം വ്യാഴാഴ്ച ദിവസം നമ്മൾ കഴുകുവാണെങ്കിൽ അത് കഴുകി നമ്മൾ ഉണങ്ങാൻ വെക്കുക. വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച നമുക്ക് അതിനകത്ത് ഉപ്പ് നിറച്ച് വെക്കാൻ നല്ലൊരു ദിവസമാണ്. അപ്പം അങ്ങനെ വെക്കാം. നമ്മുടെ ഭരണി ആഴ്ച കഴുകണമെന്നില്ല കേട്ടോ. അത് അഴുക്കാകുന്നെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഒരു പാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് അത് മോശമാകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് നമ്മളെടുത്തത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്താൽ മതി. അല്ലാതെ എല്ലാ ആഴ്ചയിലും ഈ വ്യാഴാഴ്ച വെള്ളിയാഴ്ച അങ്ങനെയല്ല. നമുക്ക് ഉപ്പ് പിന്നെ ഉപ്പ് അതിനകത്ത് തീരുന്നതനുസരിച്ച് നമ്മൾ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പ് നമ്മൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് തീരുന്നതനുസരിച്ച് ഉപ്പ് പാത്രം ഫുള്ള് അതിനകത്ത് നമ്മൾ വടിച്ചെടുക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ഉപ്പ് പാത്രം ഇടരുത്. അത് നമ്മുടെ വീട്ടിലൊരു നെഗറ്റീവിനുള്ളൊരു കാരണമാണ്. ഉപ്പ് നമ്മൾ തീരുന്നതനുസരിച്ച് നമ്മൾ അതിനകത്ത് നിറച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും ഇരുന്നോളും നിറഞ്ഞ്. അത് നമ്മൾ നേരത്തെ എന്നാലും ഉപ്പൊക്കെ മേടിക്കുന്നവരൊക്കെ 2 പാക്കറ്റോ 3 പാക്കറ്റോ ഒക്കെ മേടിച്ച് വെക്കുന്നവരാണ് മിക്കവരും. അപ്പോൾ അത് തീരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവരാണെങ്കിലും നമുക്ക് തീരുന്ന ഏകദേശം അറിയാൻ പറ്റുമല്ലോ, കുറഞ്ഞ് വരുന്നല്ലേ. അങ്ങനെയുള്ള ദിവസം നമ്മളൊരു വെള്ളിയാഴ്ച ദിവസം നോക്കി നമ്മൾ ഉപ്പ് മേടിക്കുന്നത് നല്ല ഐശ്വര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് ഉപ്പ് മേടിക്കുന്നത്. ഇനി ഈ ഉപ്പ് ഭരണി കഴുകി ഉണങ്ങിയതിന് ശേഷമേ നമ്മളിതിനകത്ത് ഉപ്പ് നിറച്ച് വെക്കാൻ പാടുള്ളൂ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് ഭരണി നമ്മൾ ചുമ്മാ കൊണ്ട് തറയിലോട്ടങ്ങ് വെക്കരുത്. കാര്യം ഒന്നെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ പലക കിട്ടുമല്ലോ നമുക്ക് തടിയുടെയൊക്കെ, അതും ഈ പഴയ വീടുകളിലൊക്കെ ഉണ്ട്, പലക പോലൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്ത് വെക്കുകയോ അല്ലെങ്കിൽ എന്നതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെക്കുകയോ ചെയ്താൽ നമുക്ക് നല്ല ഇതാണ്. എന്നതെങ്കിലും ഒരു പാത്രം വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഈ ഭരണി വെച്ച് അതിനകത്ത് നമ്മൾ ഈ ചുമ്മാ തറ വെക്കാതെ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെക്കുക. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാത്രം നമ്മൾ വെക്കുമല്ലോ, ഈ ഉപ്പ് പാത്രം വെക്കുന്നതിൻ്റെ അടിയിലൊരു പാത്രം, ആ പാത്രത്തിലോട്ട് അതിനകത്തോട്ട് 1 രൂപ നാണയം എടുത്ത് വെക്കുക. ഞാനിത് കണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അജിത വെറൈറ്റി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ചാനലിനകത്ത് ചേച്ചി ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഉപ്പ് പാത്രത്തിൽ നമ്മൾ ഉപ്പ് ഇങ്ങനെ വെക്കുന്നതിനകത്ത് 1 രൂപ നാണയം വെച്ച് അതിൻ്റെ പുറത്ത് ഉപ്പ് വെക്കുന്നത് നല്ലതാണെന്നുണ്ട്. ചേച്ചി പറഞ്ഞപ്പോൾ മുതൽ ഞാനത് വെക്കുന്നുണ്ട് കേട്ടോ. സത്യമുണ്ട്, നമുക്ക് അടുക്കളയിലുണ്ടല്ലോ ഒരിക്കലും ഒന്നിനൊരു മുട്ടുണ്ടാകുകയില്ല കേട്ടോ, ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. നമ്മുടെ സാമ്പത്തികം ഉണ്ടല്ലേ നമുക്ക് അടുക്കളയിലോട്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും നമുക്ക് തീരുന്ന സാധനങ്ങൾ നമുക്ക് മേടിച്ച് അതൊക്കെ ഞാനൊരു ചേച്ചി പറഞ്ഞപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയതാണ്. പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ ഇതെപ്പോൾ വൃത്തിയാക്കിയാലും ആ 1 രൂപ തൊട്ടും തുടച്ച് വൃത്തിയാക്കി ആ പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടാണ് ഈ ഉപ്പ് പാത്രം എടുത്ത് ഞാൻ വെക്കുന്നത്. അപ്പം അങ്ങനെയാണ് എപ്പോഴും വെക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയാണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഓരോ വഴികൾ തെളിഞ്ഞു വരും. നമുക്ക് ചുമ്മാ ഒരാൾ കൊണ്ട് തരുമെന്നല്ല ഞാൻ പറയുന്നത്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. നമ്മുടെ വീട്ടിലെ എല്ലാ തടസ്സങ്ങൾക്കും ഒരു മാറ്റം വരും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഉപ്പുപാത്രത്തിൻ്റെ അടുത്ത് നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ എവിടെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നു അതിൻ്റെ വലത്ത് സൈഡിലാണ് ഉപ്പുപാത്രം വെക്കേണ്ടത്. ഇപ്പോൾ ചിലരൊക്കെ വെച്ചാൽ ഗ്യാസ് അടുപ്പൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവരൊക്കെ ഈ കിഴക്കോട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ അടുപ്പ് വരുന്നത്, നമുക്ക് വടക്കോട്ട് വെക്കുന്നവരുണ്ട്. വടക്കുവശത്തോട്ട് നിന്ന് കത്തിക്കുന്നുണ്ട്, കാര്യം ആ സൈഡിൽ ജനലും ഒക്കെ കാണും. അപ്പോൾ ആ സൈഡിലോട്ടായിരിക്കും ഗ്യാസ് അടുപ്പ്. അങ്ങനെയുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വലത്തുവശത്ത് നമ്മൾ ഭരണി വെച്ചാൽ മതി. അപ്പോൾ അത് കിഴക്കാണ് വരുന്നത് നമുക്ക്. ഇല്ല, നമ്മൾ വടക്കുവശത്തോട്ട് നിന്ന് നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നമ്മുടെ വലത്തുവശമാണ് നമുക്ക് കിഴക്കായിട്ട് വരുന്നത്. അപ്പോൾ ആ സൈഡിലോട്ടായിട്ട് നമ്മൾ ആ ഉപ്പ് ഭരണി വെച്ചാൽ മതി. അടുപ്പും പാചകം ഇല്ല, ഇപ്പം മിക്ക വീടുകളിലും എനിക്ക് തോന്നുന്നു അടുപ്പ് മിക്കവരും ഉപയോഗിക്കാറില്ല, എല്ലാവരും കൂടുതലും ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് പക്ഷേ ഇവിടെ 2 ഇതുകൊണ്ട് കേട്ടോ, ഞാനത് പ്രത്യേകം പറഞ്ഞായിരുന്നു. എനിക്കൊരു ചിമ്മിനിയും വേണം, വിറക് കത്തിക്കുന്ന അടുപ്പും വേണമെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് കത്തിച്ചാൽ നമുക്കൊരു സന്തോഷം. അതൊക്കെ ഇത് അടുപ്പിലൊന്ന് തീ പുകയാന്ന് പറയുമല്ലോ, അടുപ്പൊന്ന് പുകയുണ്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ അടുപ്പിൻ്റെ പാചകത്തിൻ്റെ അവിടെ നിങ്ങൾ വെക്കുക. അപ്പം അങ്ങനെയുള്ളവർ അടുപ്പും പാദം ഉള്ളവർ അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കിഴക്ക് വശത്തായിട്ട് കിഴക്കോട്ട് നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴും നമ്മുടെ വലത്തുവശം എവിടെ വരുന്നത് വെച്ചാൽ അവിടോട്ട് നമ്മളത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ ഏതെണ്ണയാണെങ്കിലും ഉപയോഗിക്കുന്നത്, ഏതെണ്ണയാണെങ്കിലും വെളിച്ചെണ്ണയോ അതല്ല ഇനി വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ ഏത് ഓയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഈ ഉപ്പുപാത്രത്തിൻ്റെ അടുത്ത് വെക്കുന്നതും നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും നമുക്കൊരു മനസ്സമാധാനം കിട്ടുമെന്ന് പറയുന്നത്. ചില സാധനങ്ങൾ ഒന്നിച്ചിരിക്കുമ്പം അത് ഉപ്പിന്
ഇതിനെന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ എടുത്ത് കളയാൻ ഇതുണ്ട്, മറ്റൊരു സാധനത്തിന് ഇപ്പോൾ പോസിറ്റീവിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ളതും കാണും. അപ്പോൾ ഈ നെഗറ്റീവ് പോവുകയും പോസിറ്റീവ് എടുക്കാനുള്ളതും അങ്ങനെ രണ്ട് സാധനങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും വരുന്നത്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ ഒരു എണ്ണ നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുക ആ എണ്ണ അവിടെ വെക്കുക. പിന്നെ ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഉപ്പുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാര്യം നമ്മുടെ വീട്ടിലെ നെഗറ്റീവിനെ നമുക്ക് ഒരുപാട് കളയാൻ പറ്റും. ഈ വീടൊക്കെ കയറി താമസം വെക്കുമ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ അടുപ്പം പാചകത്തിൻ്റെ അവിടെ ഉപ്പ്, ഒരു കവർ ഉപ്പ് കാണും, മഞ്ഞൾ കാണും, അതൊക്കെ അവിടെ വെച്ചേക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ നെഗറ്റീവിനെ കളഞ്ഞിച്ച് മഞ്ഞളെന്ന് പറഞ്ഞാൽ പോസിറ്റീവിൻ്റെ ഇതാണ്. അപ്പോൾ ആ നെഗറ്റീവ് പോയിച്ച് പോസിറ്റീവ് വരാനായിട്ടുള്ള ഇതൊക്കെയാണ് നമ്മളെ ചെയ്യുന്നത്. നമ്മൾ പറയാം ഉപ്പും ഇതും വെക്കണമെന്ന് പറഞ്ഞ് വെച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്, അതൊക്കെ വെക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ. നിങ്ങൾക്ക് വിശ്വാസത്തോട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് നടന്നു കിട്ടും. അതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് വേറെ ഇതായിട്ട് പറയാൻ വരണ്ട, ഞാൻ നിങ്ങളോട് എനിക്ക് വന്ന അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഉപ്പ് പാത്രത്തിനകത്ത് നമ്മൾ ആദ്യം കഴുകി ഉണക്കിയൊക്കെ വെച്ചേക്കുന്ന ഉപ്പ് പാത്രത്തിനകത്ത് ആദ്യം നമ്മൾ അടിയിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടേച്ച് അതിൻ്റെ പുറത്തൊരു 5 രൂപ തൊട്ട് വെക്കുക. 5 രൂപ തൊട്ട് ഇപ്പോൾ കോയിൻ ഇഷ്ടം പോലെ കിട്ടാറുണ്ട് എല്ലാവരെങ്കിലും. ഒരു കോയിൻ വെക്കുക. കോയിൻ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഉപ്പിട്ട് നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഉപ്പ് പാത്രം ഇങ്ങനെ പോലെ അടി വരെ ആകാനായിട്ട് നിൽക്കല്, അതിന് മുമ്പേ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം അതും നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധികൾ ഉണ്ടാകാനായിട്ടുള്ള ലക്ഷണങ്ങളാണ് അതിൻ്റെ ഇത് കാണിക്കുന്നത്. ആ ഒരു ഇത് സാമ്പത്തികത്തിൻ്റെ ഇതാണ്. നമുക്ക് ആ പൈസ അതിനകത്ത് വെക്കുന്നതിൻ്റെ ആ ഒരു പോസിറ്റീവും ഈ ഉപ്പിൻ്റെ നെഗറ്റീവും കൂടെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് കിട്ടും. നെഗറ്റീവ് കളയുവാണ് ചെയ്യുന്നത് ഉപ്പിൻ്റെ ഇതുകൊണ്ടുള്ള. അതുപോലെ തന്നെ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന 108 വസ്തുക്കളിൽ ഒന്നാണ് ഉപ്പ് കേട്ടോ. ആ ഉപ്പിനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയും. ഉപ്പിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാൽ രാവിലെ പോയി നമ്മൾ ദേവിയെ തൊഴുന്ന പോലെ നിന്ന് തൊഴണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഉപ്പ് പാത്രം നമ്മൾ അലസമായിട്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് തള്ളിയിട്ടേക്കരുത്. എവിടെയെങ്കിലും ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്തോ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചിലപ്പോൾ പാത്രം കഴുകുന്നതിൻ്റെ അടുത്തോ അവിടെ ഒന്നും കൊണ്ട് നമ്മളിങ്ങനെ ഉപ്പ് പാത്രം ഇട്ടേക്കരുത്. ഉപ്പ് പാത്രം ഇരിക്കുന്നത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി നമ്മളെന്തായാലും ആഹാരം ഉണ്ടാക്കുന്നത്, അതിനാണ് നമ്മുടെ അടുപ്പിൻ്റെ അടുത്ത് വെക്കാൻ പറയുന്നത്. നമ്മൾ പാചകം ചെയ്യുന്നത് എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയായിരിക്കുമല്ലോ ഇടുന്നത്. ആ സ്ഥലത്ത് എപ്പോഴും നമ്മൾ മോശപ്പെട്ട പഴകിയ വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പാചകം ചെയ്യുന്നിടത്ത് നമ്മൾ വെക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ അടുപ്പിൻ്റെ അവിടെ തന്നെയായിട്ട് എപ്പോഴും തുടച്ച്, അല്ലെങ്കിൽ വെള്ളം വീണ് നനഞ്ഞ് ഇപ്പോൾ എന്നതിലൊക്കെ ഇച്ചിരി വെള്ളം വീഴുവോ അല്ലെ എന്നതിലൊക്കെ വീണത് അതൊന്നും തുടയ്ക്കാതെ ഇതിങ്ങനെ വെക്കരുത്. നമ്മൾ തുടച്ച് എപ്പോഴും വൃത്തിയാക്കി നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും ഉപ്പിനെ നമ്മൾ ഒരു ദേവിയെ കാണുന്ന പോലെ തന്നെ നമ്മളൊന്ന് ബഹുമാനത്തോടു കൂടി ഇതായിട്ട് നമ്മളതിനെ കാണുകയും ആ ഒരു അതിന് വൃത്തിയിലും ശുദ്ധിയിലും നമ്മളത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെതായ ഐശ്വര്യം നമുക്ക് കിട്ടും. നമ്മൾ പറയത്തില്ലേ പൈസയെ നമ്മൾ ബഹുമാനിക്കണമെന്ന് പറയത്തില്ലേ? എല്ലാവരും പറയും പേപ്പർ കഷ്ണം അല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ പൈസ ബഹുമാനിച്ചാലേ നമുക്കത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ തേടി വരുള്ളൂ. അല്ല നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞാൽ തന്നെ അത് വടിയും കുത്തി പറിക്കാത്തൊരു കയറി വരുമെന്നല്ല പറയുന്നത്. അത് നമുക്ക് കിട്ടാനുള്ള വഴികൾ തെളിഞ്ഞു വരികയുള്ളൂ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ വേറൊരു ഇതും കൂടെ ഉപ്പ് കൊണ്ട് ചെയ്യുന്നൊരിതുണ്ട്. അതും മഹാലക്ഷ്മി ദേവിയുടെ ഈ 108 ഇതിലൊന്നുള്ളതാണ് ഗ്രാമ്പും ഉപ്പും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അത് രണ്ടും കൂടെ ഒന്നിച്ചിരുന്നാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളതൊരു ഗ്ലാസ്സിലെടുക്കുക, ഒരു കുപ്പിയിലെടുക്കുക ഗ്ലാസ്സിലെടുക്കുക വെച്ച് ഈ ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഗ്രാമ്പു ഒരു ഒടിവോ ചതവോ ഒന്നും വരാത്ത ഗ്രാമ്പു ആയിരിക്കണം, പൊട്ടലോ ഒന്നും പറ്റാത്തതായിരിക്കണം. അപ്പം ഗ്ലാസ്സിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചതിന് ശേഷം ഒരു 5 ഗ്രാമ്പു അത് കുത്തി ഇങ്ങനെ അതിനകത്തേക്ക് വെക്കണം. കുത്തി വെച്ച് നമുക്ക് എത്ര റൂമുണ്ടോ നമ്മുടെ വീട്ടിൽ ആ ഓരോ റൂമിൻ്റെ മൂലയിൽ കൊണ്ടുവച്ച് വേറൊരാൾ കാണാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ മറച്ചോ എന്നേലും വെക്കുക, അതാരും കാണാതിരിക്കേണ്ടത്. അങ്ങനെ വെച്ച് നമ്മളത് എല്ലാ റൂമിലും ഓരോ ദിവസം നമ്മൾ വെക്കുക. ഒരു ദിവസം നമ്മൾ ഒരു റൂമിൽ വെച്ച് അങ്ങനെ നമുക്ക് എത്ര റൂമുണ്ടോ അത്രയും റൂമിൽ ഓരോ ദിവസം വെക്കുക. വെച്ചതിന് ശേഷം ലാസ്റ്റ് ഏത് റൂമിലാണ് വെക്കുന്നത് വെച്ചാൽ അവിടെ അത് വെച്ചതിന് ശേഷം നമ്മളത് എടുത്ത് വെച്ച് ഒന്നെങ്കിൽ ആരും ചവിട്ടാതെയും എടുക്കാത്തെടുത്ത് നമ്മളിത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി കളഞ്ഞേക്കുക, ആരും കാണാത്ത സ്ഥലത്ത്. അതല്ലെങ്കിൽ നമ്മുടെ സിങ്കിനകത്തോട്ട് ഒഴിച്ച് അതിനകത്തോടെ ആണെങ്കിലും നമുക്കിത് കളയാവുന്നതാണ്. അപ്പോൾ ഗ്രാമ്പു എന്ന് പറയുമ്പോൾ അങ്ങാടിക്കടയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊന്നാണ് ഗ്രാമ്പു. ഈ ഗ്രാമ്പു എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലൊരു ഈ നെഗറ്റീവ് എടുത്ത് കളയുവാണ് ഉപ്പ്, പോസിറ്റീവ് നമ്മളിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഗ്രാമ്പു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ വന്ന് അത് നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാണാം. നമ്മൾ എപ്പോഴും പറയും
നമ്മൾ ഏതൊരു ഇതാണെന്ന് പറഞ്ഞാലും നമ്മൾ പറയും ഇല്ല ഇങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയും. പക്ഷെ ശരിക്കും നെഗറ്റീവ് ഉണ്ട്. ശരിക്കും നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഈ റൂമുകൾ അതിനെ എല്ലാവരും പറയുന്നത് അടച്ചിടരുതെന്ന് പറയും. നമ്മൾ ചില വീടുകളുണ്ട് റൂം ചുമ്മാ അടച്ചിട്ടേക്കും. ആൾക്കാർ കുറവായിരിക്കും, അതിനകത്ത് കിടക്കാൻ ആരും ഇല്ലായിരിക്കും, പക്ഷേ റൂമുകൾ അടച്ചിടരുതെന്നാണ് പറയുന്നത്. ആ റൂം നമ്മൾ ഒരു ദിവസമെങ്കിലും കയറി അതിനകത്ത് എന്നതിലൊക്കെ ഇച്ചിരി പാട്ടോ എന്നതിലൊക്കെ ഒന്നും അല്ലെങ്കിൽ മൊബൈലാണെങ്കിലും ഓണാക്കി വെച്ചൊരു പാട്ടോ ഒക്കെ വെച്ച് നമ്മൾ ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അതിലൊക്കെ പോസിറ്റീവ് വരും. നമ്മുടെ നെഗറ്റീവ് അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോഷങ്ങളായിരിക്കും വരുന്ന മൊത്തം. അതിനാണ് നമ്മുടെ റൂമുകളെല്ലാം നമ്മൾ ഇതാക്കി ഇടണമെന്ന് പറയുന്നത്. തുറന്നിടുകയും നല്ലപോലെ വെട്ടം കയറുകയും ജനലൊക്കെ തുറന്നിട്ടാലും നമ്മൾ ഇതട്ടെ എന്ന് പറയുമ്പോൾ മഴ സമയമൊക്കെയാണ്, ജനലൊക്കെ തുറന്നിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകരുത്. എഴേന്തുക്കളൊക്കെ മിക്കയിടത്തും വന്ന് കയറും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ റൂമിൽ നിന്ന് അതൊന്ന് എന്നാണ് ദിവസം നമ്മൾ അടച്ചിട്ടേക്കുന്ന റൂമാണെന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ തുറക്കുമല്ലോ. അത് അങ്ങനെ തുറന്ന് അതിനകമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരിച്ചിരി ഒച്ചയും എന്നതൊക്കെ നമ്മളൊരു പാട്ടൊക്കെ ഇട്ടിച്ച് കൂടെ ചുമ്മാ നമ്മളങ്ങ് പാടിക്കുന്നു. ഞാനായിട്ട് കേൾക്കാൻ പോകുന്നതൊക്കെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അങ്ങ് കിടന്നങ്ങ് പാടിക്കണം. അപ്പോൾ അന്നേരം ഒരു സൗണ്ടൊക്കെ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് വരും. അങ്ങനെ ഇതാന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രാമ്പൂവിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ഇതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കത് സിങ്കിലൂടെ ഒഴുക്കിക്കളയാം. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ കടബാധ്യതകളൊക്കെ നമുക്ക് അതിനുള്ള കടമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും. നമ്മളതൊക്കെ കടമില്ലാത്ത മനുഷ്യരില്ല, എല്ലാ മനുഷ്യർക്കും കടമുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെയാണ് പലരും നിൽക്കുന്നത്. അതും പ്രത്യേകിച്ച് ഒരു ഇടത്തര ഫാമിലിയും കൂടെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും നമ്മൾ കടക്കാരായിരിക്കും എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കൊരു മാറ്റം വരും. കടം ഉള്ളത് വലിയ ഇതാണെന്ന് പറയുന്നത് നമ്മളത് കൊടുത്തു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയല്ലേ നമുക്ക് ഈ തരുന്നത്. അത് നമ്മൾ തിരിച്ചു കൊടുത്ത് നമ്മളെ ഒരു സമയത്ത് സഹായിക്കുമ്പോൾ അവരെ തിരിച്ചു കൊടുത്ത് നമ്മളത് സഹായിക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കടബാധ്യതകളൊക്കെ നമുക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒറ്റ കാര്യം ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാക്കി പറഞ്ഞ ഉപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഉപ്പിനെ പറ്റി അറിയാവുന്നവർക്കറിയാം അത് എത്രമാത്രം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതറിയാം. എത്രമാത്രം. ഞാനൊരു പ്രാവശ്യം പേഴ്സിനകത്ത് ഉപ്പും ഇതും വെക്കുന്ന കാര്യം പറഞ്ഞു. ഒത്തിരി പേര് വന്ന് എന്നോട് പച്ചക്കർപ്പൂരം കൂടെ വെക്കുന്ന കാര്യം പറയുന്നു. ഒത്തിരി പേര് വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. ഒത്തിരി മാറ്റങ്ങളുണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്, നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഉപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിൽ നെഗറ്റീവിൻ്റെ ഇത് കളയുന്നതിൻ്റെ ഒരു തെറ്റായിരുന്നേന് അതും എനിക്ക് 2-4 പേര് ഒന്നിച്ച് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ചിലരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യും, ചിലരൊക്കെ പറയല. ചിലരൊക്കെ ഒരു പ്രാവശ്യം ഒരു വിശ്വാസം എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചിട്ട് ആ ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ഒന്നും ശരിയാകത്തില്ല. ഇപ്പോൾ ഇത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞു, ഉപ്പ് പാത്രത്തിൽ ഉപ്പിടുന്ന കാര്യവും ഉപ്പ് ഭരണി കഴുകുന്ന കാര്യവും പറഞ്ഞു. ചിലപ്പോൾ ആരും അത് ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം നിങ്ങൾ അതെടുത്ത് അങ്ങനെയെല്ലാം വെച്ചേച്ച് പറയും, അയ്യോ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല എന്ന്. അത് ചിലരങ്ങനെയാണ്. അങ്ങനെ അവർക്ക് തോന്നുന്ന പോലെ കാണിച്ചിട്ട് അവർ പറയും, ഓ അവർ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, കുറച്ചൊക്കെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യും. അങ്ങനെയാണ് പലരും. ഞാനൊരു വീഡിയോ ഇതിനകത്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കേൾക്കും, അവർ പറയുന്ന മുഴുവനും. നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാനിരുന്നാൽ മതി, നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ നമ്മൾ അത് കേൾക്കാതെ ഓടിച്ചോട്ട് കേൾക്കുമ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മളത് കാണത്തുമില്ല, കേൾക്കത്തുമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, നമുക്കൊരു കാര്യങ്ങൾ അറിയാൻ പറ്റാതെ വരുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഇത് സത്യമുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അനുഭവങ്ങളുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ, നമുക്ക് റിസൾട്ടൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എനിക്ക് അറിയാവുന്നതൊക്കെ ചെയ്യണമെന്ന് ഓരോരുത്തർ കമൻറ്റിലൂടെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടമാണല്ലോ നമ്മൾ ചെയ്യുന്ന വീഡിയോസ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ചെയ്താലേ അവർ കാണുകയുള്ളൂ. അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്നേലൊക്കെ വീഡിയോ ഇട്ടാൽ അവർ കാണുകയല്ല. അത് അവർക്കത് കാണാൻ താല്പര്യമില്ല. അവർ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇന്ന വീഡിയോ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് അറിയത്തില്ലേ പോലും ഞാനത് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചതിന് ശേഷമാണെങ്കിലും പിന്നെ ഞാനത് എൻ്റെ അനുഭവത്തിലൂടെ കൊണ്ടുവന്നതിന് ശേഷം കൂടാണ് നിങ്ങളിലേക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട്, ഉപ്പില്ലാത്ത വീടില്ല. ഗ്രാമ്പൂ ആണെങ്കിലും മിക്ക വീടുകളിൽ ഇപ്പോൾ ഗ്രാമ്പൂ ഒക്കെ ഉണ്ട്. അങ്ങാടിക്കട ചെന്ന് ഒരു ഇച്ചിരി ആയിട്ടെല്ലാം നമുക്ക് കിട്ടും, വലിയ പൈസയൊന്നുമില്ല. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ 1 രൂപ തൊട്ട് നമ്മുടെ വീട്ടിലെടുക്കാനുണ്ട്, 5 രൂപ തൊട്ടും മിക്ക വീടുകളിലും ഉണ്ട്. അതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉപ്പിനെ പറ്റിയുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഉപ്പ് വെക്കുന്നതിൻ്റെ അതിന് നമുക്ക് കടബാധ്യത മാറുന്നതിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാതെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ.